بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൽ ആയുസ്സോടുകൂടി ആരോഗ്യത്തോടുകൂടി ഇബാദത്തുകൾ കൊണ്ട് സമ്പന്നമാക്കി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. നമ്മളേറെ കാത്തിരിക്കുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവൻ റമദാനിനെ കാത്തിരിക്കുന്നത്. കാരണം അവൻ്റെ ലക്ഷ്യം എന്നുള്ളത് ഈ നിസ്സാരമായ ദുനിയാവല്ല. ഈ ദുനിയാവിൽ ഒന്നും പ്രതീക്ഷിക്കാനില്ല. എന്തെല്ലാം ആഗ്രഹങ്ങളും ഒട്ടേറെ അഭിലാഷങ്ങളും ബാക്കി വെച്ചാണ് നമ്മുടെ പ്രിയപ്പെട്ടവരും ഒട്ടനേകം ആളുകളും ഈ ദുനിയാവിനോട് വിട പറഞ്ഞിട്ടുള്ളത്. തൻ്റെ ഭവനം, ആ ഭവനത്തിൽ ഒന്ന് കയറി താമസിക്കുന്നത് സ്വപ്നം കണ്ടവർ, തൻ്റെ മക്കൾ വധൂവരന്മാരായി പുറത്തിറങ്ങുന്നത് ആഗ്രഹിച്ചവർ, നല്ലൊരു ജോലി കരസ്ഥമാക്കുന്നത്, താൻ പഠിച്ച അതിനനുസരിച്ചൊരു ഉദ്യോഗം കരസ്ഥമാക്കുന്നതൊക്കെ സ്വപ്നം കണ്ട ആളുകൾ ഇന്ന് രണ്ട് മീസാൻ കല്ലുകൾക്കിടയിൽ, മൂടുപലകൾക്കടിയിൽ അവർ അവരുടെ വീടുകളിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ ഒന്നും പ്രതീക്ഷിക്കാനില്ല. ഏത് സമയത്തും തിരിച്ചു പോകേണ്ടവണ ആണ് എന്നർത്ഥം. മറിച്ച് സ്വർഗമാണ് ഒരിക്കലും നഷ്ടപ്പെടാത്ത വിഭവം. അവിടെ പ്രതീക്ഷയുണ്ട്. ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഏറ്റവും നല്ല സമയമാണ് നമുക്ക് വരാനിരിക്കുന്നത്. ഒരു മുസ്ലിം ആരാണ്, ബുദ്ധിമാൻ ആരാണ് എന്ന് പ്രവാചകനോട് ചോദിച്ച സമയത്ത് പ്രവാചകൻ പറഞ്ഞു, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ അവൻ തൻ്റെ നഫ്സിനെ ഏത് സമയത്തും വിചാരണ ചെയ്യും എന്ന് മാത്രമല്ല, വജാഹദഹ ഹത്താ ലാ യഖാ മിൻഹു ഇല്ലാ മാ യുവാഫിഖു ശറഅ. മതനിയമത്തിനെതിരായിക്കൊണ്ട്, പടച്ചിറപ്പിൻ്റെ തൃപ്തിക്ക് എതിരായിക്കൊണ്ട്, അള്ളാഹിൻ്റെ കോപം വാങ്ങുന്ന ഒരു പ്രവർത്തനവും തന്നിൽ നിന്നും ഉണ്ടാവുകയില്ലെന്ന് ഏത് സമയത്തും വിചാരണ ചെയ്യുകയും ഉറ്റുനോക്കുകയും ഉറ്റാലോചിക്കുകയും ചെയ്യുന്നവനാണ് മുഅ്മിൻ. എന്ന് മാത്രമല്ല, അവൻ മരണത്തിന് ശേഷമുള്ള ലോകത്തേക്ക് വേണ്ടി വിഭവങ്ങൾ ഒരുക്കുന്നവനാണ്. കാരണം അതിലാണ് പ്രതീക്ഷയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റമദാൻ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് അവന് നൽകുന്നത്. നരകത്തിൽ നിന്നും രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തണം. അള്ളാഹുവിൻ്റെ കൽപ്പന അതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും, ഭാര്യ, ഭർത്താക്കന്മാർ, മക്കൾ, ഇണകൾ, തുണകൾ, അവരെയും ഒക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പണിയെടുക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൻ്റെ ഭീകരത പറഞ്ഞു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തണം. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ റമദാൻ ആഗതമായി കഴിഞ്ഞാൽ റസൂലുള്ള വിളംബരം നടത്തുകയാണ്. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തോഷ വാർത്ത? ഖദ് ജാഅകും ഷഹ്റുൻ മുബാറക്. നിങ്ങൾക്കിതാ ഒരു അനുഗ്രഹീതമായ മാസം വന്നിരിക്കുന്നു.
എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇഫ്തറല്ലാഹു അലൈക്കും സിയാമഹു, ആ റമദാൻ മാസത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. യുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ കവാടങ്ങളൊക്കെ മലർക്കെ തുറക്കപ്പെടുന്നു. വയുഗല്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരക കവാടങ്ങളെല്ലാം അടക്കപ്പെടുന്നു. വതുഗല്ലു ഫീഹി ശയാത്തീൻ, ശൈത്താന്മാരെല്ലാം ബന്ധിക്കപ്പെടുന്നു. ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ, റസൂലുള്ളാഹി പറയുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറയുകയാണ്, ഫീഹി ലൈലത്തുൻ, ആ റമദാനിൽ ഒരു രാത്രിയുണ്ട്, ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ പ്രതിഫലം നേടാൻ പറ്റിയ ഒരു രാത്രി. അങ്ങനെയുള്ള റമദാനാണ് വരുന്നത് എന്ന് റസൂലുള്ളാഹി സന്തോഷ വാർത്ത അറിയിക്കുകയാണ് സഹാബത്തിന്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിം, ആ റമദാനിൻ്റെ, ആ മാസത്തിൻ്റെ, ആ ലൈലത്തുൽ ഖദറിൻ്റെ ഖൈർ ആർക്കെങ്കിലും തടയപ്പെട്ടാൽ, അത് ശ്രദ്ധിക്കാതെ മറ്റുള്ള മാസങ്ങളെപ്പോലെ, മറ്റുള്ള രാപ്പകലുകളെപ്പോലെ ഈ ലൈലത്തുൽ ഖദറിൻ്റെ അല്ലെങ്കിൽ റമദാനിൻ്റെ രാപ്പകലുകളെ തള്ളി നീക്കിയിട്ടുണ്ടെങ്കിൽ ഫഖദ് ഹുരിം, അവൻ അങ്ങേയറ്റം എല്ലാ ഖൈറുകളും തടയപ്പെട്ടവനാണ്, ഭാഗ്യം കെട്ടവനാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ പഠിപ്പിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം തരുന്ന ഒരു അമലിന് അള്ളാഹു 1 അല്ല 10 ചുരുങ്ങിയത് പ്രതിഫലം നൽകുന്നത്. അതിനു പുറമെ 70ഉം 700ഉം ബിഗൈരി ഹിസാബ് കണക്കില്ലാതെ പ്രതിഫലം ഓഫർ ചെയ്ത പുണ്യങ്ങളുടെ മാസം. പാപങ്ങളെല്ലാം കരിച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാസം. ഒരാൾ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, ഈമാനോടുകൂടി റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ, രാത്രി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന് ഓഫർ ചെയ്ത മാസം. എന്തെല്ലാം ഓഫറുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഓഫറുകളുടെ കാലഘട്ടമാണ്. നോക്കൂ നിങ്ങൾ, ദുനിയാവിൻ്റെ ഒരു രൂപ ഏറെ കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഓഫർ കിട്ടുമ്പോൾ, അത് ഏത് സമയത്തും, അത് ഏത് നട്ടപ്പാതിരക്കാണെങ്കിലും എത്തിപ്പിടിക്കാനും അത് കരഗതമാക്കാനും നമ്മൾ ശ്രമിക്കും. സ്വർണത്തിന് വല്ലാതെ വില കൂടി, ഒരു 40 അല്ലെങ്കിൽ 50,000-ൽ നിന്നും പോക്ക് തുടങ്ങിയതാണ്. കുറേ കൂടി, ഇപ്പോൾ കുറച്ച് കുറഞ്ഞു, അങ്ങനെ കൂടിയും കുറഞ്ഞിരിക്കുന്നു. 1,00,000-ൽ അധികത്തേക്ക് കടന്നു. പല ആളുകളുടെയും സംസാരം, പല ആളുകളുടെയും ചർച്ചകൾ കേട്ട് കുറച്ച് സ്വർണം വാങ്ങിയിടായിരുന്നു. വാങ്ങാത്തവർക്ക് ഭയങ്കര നിരാശ, വാങ്ങിയവർക്ക് വലിയ സന്തോഷം. അപ്പോൾ ആളുകൾ അത് ആ കൊടുത്ത കാശിന്, അല്ലെങ്കിൽ അവിടെ ബിസിനസ്സിന് ഇറക്കിയ കാശിന് സ്വർണം വാങ്ങിയിടായിരുന്നു, കോയിന് വാങ്ങിയിടായിരുന്നു എന്നൊക്കെ പല ചർച്ചകളാണ്. എന്നിട്ട് വാങ്ങിയിടാത്ത ആളുകൾക്ക് ഭയങ്കര നിരാശയാണ്. ദുനിയാവിൻ്റെ കുറച്ച് സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന നഷ്ടപ്പെടുമ്പോൾ, അതിൽ നമ്മൾ ഇറങ്ങിയില്ലല്ലോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ വലിയ നിരാശയാണ്. ഉണ്ടായിക്കോട്ടെ, ഹലാലായിട്ടുള്ള എല്ലാ രീതിയിലും നമുക്ക് സമ്പത്ത് കരസ്ഥമാക്കാം. പക്ഷേ ഈ പരലോകത്തിൻ്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരിക്കൊടുത്ത് സ്വർഗത്തിലേക്ക് നരകത്തിൽ നിന്നും ആളുകളെ ഓരോ റമദാനിൻ്റെ രാപ്പകലുകളിലും അല്ലെങ്കിൽ രാത്രിയിലും അല്ലാഹു സ്വർഗത്തിലേക്ക് ആനയിക്കുമെന്ന് പറഞ്ഞത്, അത് അവൻ്റെ തഖ്വയുടെയും അവൻ്റെ അമലിൻ്റെയും അടിസ്ഥാനത്തിലാണെന്ന് പറയുമ്പോൾ, അത് നഷ്ടപ്പെടുന്നതിൽ പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും സങ്കടമുണ്ടാകണം. എൻ്റെ മക്കൾക്ക് നഷ്ടപ്പെട്ടുകൂടാ, എൻ്റെ ഭാര്യയ്ക്ക് ഇണതുണക്ക് നഷ്ടപ്പെട്ടുകൂടാ ആ ഖൈർ. അതുകൊണ്ട് റമദാനിന് വേണ്ടി ഒരുങ്ങേണ്ട സമയമാണിത്. ഈ ശഅബാൻ മാസം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തും നോമ്പനുഷ്ഠിച്ചും ദാനധർമ്മങ്ങൾ ഏറെ കൊടുത്തുകൊണ്ടുമെല്ലാം റമദാനിലേക്ക് ഇറങ്ങണം. റമദാനിന് വേണ്ടി പ്രാർത്ഥിച്ചിറങ്ങണം. നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രക്തസാക്ഷിയായ മനുഷ്യൻ ജിഹാദ് ചെയ്ത് തൻ്റെ ജീവനും തൻ്റെ സമ്പത്തും തൻ്റെ രക്തവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ബലിയർപ്പിച്ചൊരു മനുഷ്യനേക്കാൾ എത്രയോ കാലം മുമ്പ് സ്വർഗത്തിലേക്ക് കടക്കാൻ ഒരു റമദാൻ തൻ്റെ ജീവിതത്തിൽ കിട്ടുക മാത്രമല്ല, അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്ത ആൾക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാസം. കഥ നമുക്കറിയാം, ഹദീസ് നമുക്കറിയാം, വിശദീകരിക്കുന്നില്ല. ഒരു ഷഹീദിനേക്കാൾ മുമ്പേ, എത്ര മുമ്പേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു ഷഹീദായ മനുഷ്യൻ, അയാൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു റമദാൻ ആ ഷഹീദിനേക്കാൾ കൂടുതൽ ഒരു റമദാൻ കഴിച്ചു കൂട്ടിയ, അത് ഉപയോഗപ്പെടുത്തിയ മനുഷ്യൻ, ആകാശഭൂമികൾക്കിടയിൽ എത്രയാണോ അന്തരമുള്ളത്, എത്രയാണോ വിശാലതയുള്ളത്, അത്രക്കും ദൂരം മുമ്പേ സ്വർഗത്തിലേക്ക് കടക്കാൻ റമദാൻ ഉപയോഗപ്പെടുത്തി സാധിക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള മാസം. അതുകൊണ്ട് സഹോദരന്മാരെ, അതിനു വേണ്ടി നമ്മൾ ഇപ്പോൾ ഒരുങ്ങേണ്ടതുണ്ട്. തൻ്റെ മനസ്സിനെയും തൻ്റെ ശരീരത്തെയും എല്ലാം ഒരുക്കേണ്ടതുണ്ട്. റമദാൻ അങ്ങോട്ട് വരട്ടെ, അപ്പം അങ്ങോട്ട് തുടങ്ങാം ഓത്ത്. അങ്ങനെയല്ല, അങ്ങനെയുള്ളൊരു ഓതൂല, വിചാരിക്കുന്ന പോലെ കഴിയൂല.
ഓത്ത്, വിശുദ്ധ ഖുർആന്റെ പാരായണം ഇപ്പോൾ തന്നെ തുടങ്ങുകയാണ്. അതാണ് സലഫു സ്വാലിഹുകളുടെ ചരിത്രത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോമ്പനുഷ്ഠിക്കൽ ഇപ്പോൾ തന്നെ തുടങ്ങുകയാണ്. ഇതിൻ്റെ പോരിശയൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം സഹോദരന്മാരെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. നരകം സഹിക്കാൻ, ക്ഷമിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. യൗമന കോലുലി ജഹന്നമ ഹലിം തലഅതി വതഖൂലു മിൻ ഹൽ മിൻ മസീദ്. നരകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൻ്റെ അവകാശികളായ ജന്നുകളെയും മനുഷ്യന്മാരെയും മുഴുവൻ തിന്നാൻ കൊടുത്തതിന് ശേഷം, അതിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം, ആ നരകത്തിൽ ഇങ്ങനെ തിളക്കുന്ന സമയത്ത് നരകത്തിനോട് എത്ര ആളുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനുകോടി ജിന്നുകളെയും അതേപോലെ തന്നെ മനുഷ്യന്മാരെയും അതിൽ തിന്നാൻ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ പാറക്കല്ലുകളുണ്ട്. ഇത്രയധികം ആളുകളെ കൊടുത്തതിന് ശേഷം അല്ലാഹു ചോദിക്കുന്നു, ഹൽ മിൻ മസീദ് ഹലിം തലഅതി, നരകമേ നിനക്ക് മതിയായോ, നിറഞ്ഞോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ എന്ന് ചോദിക്കുന്ന, അട്ടഹസിക്കുന്ന, ഗർജിക്കുന്ന നരകത്തിൻ്റെ ചിത്രമാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നരകത്തിന് ഗർജനമുണ്ട്. അതിൻ്റെ തീപ്പൊരി കൊട്ടാരം കണക്ക്, വലിയ വലിയ കൊട്ടാരം കണക്ക് അതിൻ്റെ തീപ്പൊരി ആകാശത്തേക്ക്, ഉയരങ്ങളിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതേ, യുരീദൂന അൻ യഖ്റുജൂ മിനന്നാരി, ആ ഭാഗ്യം കെട്ട ആളുകൾ, നരകവാസികൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു. വമാ ഹും ബിഖാരിജീന മിൻഹാ, എന്നാൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ അവർക്ക് സാധ്യമല്ല. വലഹും അദാബും മുഖീം, അവർക്ക് കാലാകാലമുള്ള നിന്നു പോകാത്ത ശിക്ഷയാണ്, അദാബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദാബ് അവർക്കുണ്ട്. കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, ആ നരകവാസികൾ നരകത്തിൽ കരിഞ്ഞങ്ങ് മരിച്ചു പോകുന്നില്ല. ഉണ്ടെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു, പക്ഷേ അവർക്ക് പുതിയ തൊലികൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ശരീരത്തിലെ തൊലികളെ മുഴുവൻ അത് തിളച്ചു മറിഞ്ഞ് അത് കരിഞ്ഞ് ഉണങ്ങിപ്പോയാൽ പുതിയ തൊലികൾ കൊടുക്കും. പണ്ഡിതന്മാർ പറയുകയാണ്, അതേ, എത്രയാണ് തൊലികൾ കൊടുക്കുന്നത്? തൻലജുഹും ഫിൽ യൗമി 70,000 മറ, 70,000 അതെ, 70,000 പ്രാവശ്യം. 70 എന്ന് പറഞ്ഞാൽ 70, അൽഫ മറത്തിൻ 70,000 പ്രാവശ്യം, ഒരു ദിവസം തന്നെ 70,000 പ്രാവശ്യം മനുഷ്യൻ്റെ തൊലി അത് കരിഞ്ഞു പോവുകയും പുതിയ തൊലികൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കി, ഒരു ദിവസം തന്നെ എത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലുള്ള ദിവസം? 1000 വർഷത്തിൻ്റെ ദൈർഘ്യമാണ്. അൽഫ സനത്തിൻ മിമ്മാ തഅദൂൻ, അതേ, ഒരു ദിവസം പരലോകത്തിലുള്ള നരകത്തിലുള്ള ഒരു ദിവസം അൽഫ സനത്തിൻ മിമ്മാ തഅദൂൻ, നമ്മൾ എണ്ണിക്കണക്കാക്കുന്ന നമ്മുടെ അൽഫ സനത്താണ്. എത്രയാണ് അൽഫ സന എന്ന് പറഞ്ഞാൽ? എത്രയാണ് സഹോദരന്മാർ അൽഫ സനത്തിൻ? വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, അൽഫ സനത്തിൻ, അൽഫ് എന്ന് പറഞ്ഞാൽ 1000 വർഷങ്ങളുടെ ദൈർഘ്യമാണ് സഹോദരന്മാരെ ഒരു ദിവസം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള കോടാനുകോടി ദിവസങ്ങൾ, കോടാനുകോടി ആഴ്ചകൾ, കോടാനുകോടി മാസങ്ങൾ, കോടാനുകോടി വർഷങ്ങൾ, അതാണ് നരകം. ആർക്ക് സഹിക്കാൻ സാധിക്കും? വിശുദ്ധ ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരാം. അപ്പോൾ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തണം. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, അതിനെ തഖ്വ കരസ്ഥമാക്കണം. തഖ്വ കരസ്ഥമാക്കണം. വിശുദ്ധ ഖുർആനിൻ്റെ ഒന്നാമത്തെ കൽപ്പന എന്താകും സഹോദരന്മാരെ? 6000 ചില്ലാനം പേജുള്ള, ധാരാളക്കണക്കിന് ആയത്തുകളുള്ള, 114 സൂറത്തുകളുള്ള വിശുദ്ധ ഖുർആനിൻ്റെ ഒന്നാമത്തെ കൽപ്പന എന്താണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ഫാത്തിഹ മുതൽ തുടങ്ങുകയാണ്. എന്നിട്ട് എവിടെ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൽപ്പന നിങ്ങളത് ചെയ്യണം എന്ന് പറഞ്ഞു തുടങ്ങുന്നത്? എവിടെയായിരിക്കും? ധാരാളക്കണക്കിന്, ആയിരക്കണക്കിന് കൽപ്പനകളുള്ള, നിർദ്ദേശങ്ങളുള്ള വിശുദ്ധ ഖുർആന്റെ ഒന്നാമത്തെ കൽപ്പന എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും മനുഷ്യകുലത്തെ മൊത്തം വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. വിശുദ്ധ ഖുർആന്റെ ഒന്നാമത്തെ കൽപ്പനയാണ്. നിങ്ങൾക്ക് കണ്ണ് നൽകിയ, നിങ്ങൾക്ക് കാത് നൽകിയ, നിങ്ങൾക്ക് ഹൃദയം നൽകിയ, നിങ്ങൾക്ക് തലച്ചോറ് നൽകിയ, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും സെറ്റ് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട റബ്ബ്, അത്ഭുതകരമായ മനുഷ്യൻ എന്ന ഫാക്ടറിയെ സംവിധാനിച്ച റബ്ബ്, ആ നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും. എന്തിനു വേണ്ടി? എന്തിനാ ആരാധിക്കുന്നത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളാകാൻ വേണ്ടി. എന്തിനാ മുത്തഖികളാകുന്നത്? മുത്തഖികളല്ല ആൾക്കല്ലാതെ സ്വർഗത്തിൽ പ്രവേശനമില്ല.
അപ്പൊ വിശുദ്ധ ഖുർആന്റെ ഒന്നാമത്തെ കൽപ്പന നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ മുത്തക്കികളാവുകയുള്ളൂ. എന്നിട്ട് നോമ്പിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾ മുത്തക്കികളാകുന്നതിന് വേണ്ടി. നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു, തഖ്വയുണ്ടാകാൻ വേണ്ടി. ഹജ്ജിനെ കുറിച്ചും ഏത് ഇബാദത്തിൻ്റെയും പർപ്പസ് എന്താണ്, അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ശിഷ്ടം എന്തായിരിക്കണം, അതിൻ്റെ റിസൾട്ട് തഖ്വയുണ്ടാകണം. മനസ്സാന്നിധ്യമില്ലാത്ത കേവലം കാട്ടിക്കൂട്ടലുള്ള ഒരു ഇബാദത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ആ ഇബാദത്തിൽ നിന്നും നേടേണ്ട നേട്ടം കരസ്ഥമാക്കിയിട്ടില്ല. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് അള്ളാഹിനെ ആരാധിക്കുക എന്നുള്ള, അള്ളാഹുവിനെ റബ്ബായി മനസ്സിലാക്കി അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുക എന്നുള്ള ഇബാദത്ത്, അത് ചെയ്യണമെന്നാണ് ദീനുൽ ഇസ്ലാമിലെ ഒന്നാമത്തെ കൽപ്പന, വിശുദ്ധ ഖുർആന്റെ ഒന്നാമത്തെ കൽപ്പന. തഖ്വ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അതിൻ്റെ റിസൾട്ട്. അപ്പൊ സഹോദരന്മാരെ, മുത്തക്കികൾ മാത്രമേ സ്വർഗത്ത് കടക്കുള്ളൂ. ഈ തഖ്വയില്ലാതെ പരലോകത്തെത്തിയിട്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആകാശഭൂമികളെക്കാൾ വിശാലമായ അള്ളാഹുവിൻ്റെ സുഖലോലുപതയുടെ സ്വർഗത്തിലേക്ക്, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടോടണം. അമാന്തിച്ച് നടന്നാൽ പോരാ, മടിച്ചു നടന്നാൽ പോരാ, ധൃതിപ്പെടണം നിങ്ങൾ. എവിടേക്ക്? അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗത്തിലേക്ക്. ആർക്കുള്ളതാണത്? ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖികൾക്കുള്ളതാണ്. ഇന്നൽ മുത്തഖീന ഫീ ളലാലിൻ വഅയൂൻ, സ്വർഗത്തിലെ അരുവികളിലും, സ്വർഗത്തിലെ അരുവികളിലും അതേപോലെ തന്നെ അവിടുത്തെ നിഴലുകളിലുമാണ്, തോട്ടങ്ങളിലുമാണ് ആ മുത്തക്കികളുള്ളത്. അപ്പോൾ സ്വർഗത്തെക്കുറിച്ച് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എൻ്റെ പ്രിയമുള്ളവരെ, അത് മുത്തക്കികൾക്കുള്ളതാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈ തഖ്വ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമളാൻ നമ്മളിലേക്ക് തരാനിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമ്മൾ ഈ റമളാനിലേക്ക് എത്തുമെന്നറിയില്ല. കഴിഞ്ഞ റമളാനിൽ നമ്മുടെ കൂടെ നോമ്പനുഷ്ഠിച്ച, നമസ്കരിച്ച, ഇഫ്താറുകളിൽ പങ്കെടുത്ത, ദഅവാ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത, കിറ്റ് കൊടുക്കാൻ ഉണ്ടായിരുന്ന, അതേപോലെ തന്നെ തറാവീഹിന് ഉണ്ടായിരുന്ന, ഖിയാമുൽ ലൈലിൽ നമ്മുടെ കൂടെ നിസ്കരിച്ച ആൾ ഇപ്പുറത്തുനിന്ന് ആൾ പോയി, അതിൻ്റെ അപ്പുറത്തുള്ള ഞാനുണ്ട്. അള്ളാഹുവിന് നേരെ തിരിച്ചാക്കാൻ കഴിയാത്തത് കൊണ്ടല്ലല്ലോ പ്രിയമുള്ളവരെ. നമ്മുടെ കൂടെ സ്വഫ് കെട്ടി നിന്നിട്ടുള്ള സഹോദരൻ ഇന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല. അതുകൊണ്ട് ഈ റമളാനിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, റമളാനിൽ ജീവിതം തരാൻ വേണ്ടിയിട്ട്. അത് മാത്രമാണോ? അല്ല, ആ റമളാനിൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ല റമളാനാക്കി പരിവർത്തിപ്പിക്കപ്പെടാൻ, അതിനുള്ള തൗഫീക്കിന് വേണ്ടി, അതിനുള്ള കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കൊണ്ട് മാത്രം മതിയോ? അല്ല സഹോദരന്മാരെ, പ്രാർത്ഥനയും നിയ്യത്തൊക്കെ ഉണ്ടാകണം. നിയ്യത്തിന് തന്നെ കൂലിയാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മനുഷ്യൻ നിയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റമളാനിൽ പടച്ച റബ്ബേ എനിക്ക് എല്ലാ നിലക്കുമുള്ള വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുത്ത് പള്ളിയിൽ സജീവമാക്കി, അതേപോലെ തന്നെ ജമാഅത്ത് നമസ്കാരങ്ങളും മറ്റു ഫർള് നമസ്കാരങ്ങളും എല്ലാം ക്ലിയറാക്കി അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ പറ്റിയ ഏറ്റവും നല്ല റമളാനാക്കി തീർക്കണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, നിയ്യത്ത് വെക്കണം. ആ നിയ്യത്ത് വെച്ചു, പക്ഷെ നമുക്ക് റമളാനിൽ ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ റമളാനിൽ നമുക്ക് മറ്റെന്തെങ്കിലും രോഗം കാരണമോ മറ്റു പ്രയാസങ്ങൾ കാരണമോ നമ്മൾ വിചാരിച്ച പോലെ ഇബാദത്തെടുക്കാൻ പറ്റില്ല. എന്നാലും പരിപൂർണമായ കൂലിയാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞു, ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊടുത്തു. ആ സമ്പത്ത് അയാൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഭംഗിയായി ചെലവഴിച്ചു. കോടാനുകോടി സ്വത്ത് അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു. അപ്പോൾ ഇല്ലാത്തൊരു മുഅ്മിനായ മനുഷ്യൻ, സമ്പത്തില്ലാത്ത വേറൊരു മനുഷ്യൻ ആഗ്രഹിക്കണം, പടച്ചോനെ അയാളെപ്പോലെ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും അങ്ങനെ ചെലവഴിക്കാമായിരുന്നല്ലോ എന്ന് ആഗ്രഹിച്ച മുഅ്മിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, അജ്റുഹുമാ സവാഉൻ. സമ്പത്ത് ചെലവഴിച്ചവൻ്റെയും അതേപോലെ തന്നെ ഈ ആഗ്രഹിച്ചവൻ്റെയും കൂലി ഒരുപോലെയാണ്. അപ്പം നിയ്യത്തിച്ച് കൂലി ഉണ്ടാക്കാം, മുഅ്മിൻ്റെ പ്രത്യേകതയാണ്. എന്നിട്ടോ അത് മാത്രമാണോ? അല്ല, എന്നിട്ട് പണിയെടുക്കണം. റമളാനിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പണിയെടുക്കണം സഹോദരന്മാരെ. അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. അതിൽ ഒന്നാമതായി റമളാനിന് വേണ്ടി മാത്രം ഒരു പ്രത്യേകിച്ച് ഇബാദത്തില്ല. റമളാനിൽ ചെയ്യുന്ന ഏത് ഇബാദത്തും ശവ്വാലിലും അതേപോലെ തന്നെ ദുൽഖഅദിലും ദുൽഹജ്ജിലും എല്ലാ മാസത്തിലും ഉള്ളതാണ്. അപ്പോൾ റമളാനിൽ എന്താ ചെയ്യാനുള്ളത്? റമളാനിൽ ഉള്ള എല്ലാ സമയത്തും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ കൂടുതൽ നന്നായി ചെയ്യാൻ
കൂടുതൽ ഇഖ്ലാസോട് കൂടി ഇഹ്തിസാബോട് കൂടി ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരമാണ്. നമ്മൾ തീരുമാനിക്കണം, ഒരു വക്ത് നമസ്കാരം പോലും എൻ്റെ ജമാഅത്ത് നഷ്ടപ്പെടൂല എന്ന് നമ്മൾ തീരുമാനിച്ച് ബാങ്ക് കൊടുത്താൽ ഉടനെ തന്നെ, അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലെത്താൻ നമ്മൾ ശ്രമിക്കണം. റമദാനല്ലാത്ത മാസങ്ങളിൽ ഇക്കാമത്ത് കൊടുക്കട്ടെ, ബാങ്ക് കൊടുത്ത് 20 മിനിറ്റ് ഉണ്ടല്ലോ 15 മിനിറ്റ് ഉണ്ടല്ലോ എന്ന് കാത്തു നിൽക്കും. അങ്ങനെ 15 20 മിനിറ്റോ ആകുന്ന സമയത്ത് നമ്മൾ ഒതുക്കാൻ പോകും, ബാത്റൂമിലേക്ക് ഒന്ന് പോകും, ഇവിടെ എത്തുമ്പോൾ 2 റക്അത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇതാണോ റമദാനിൻ്റെ മുമ്പത്തെ ഉള്ള സമയത്ത്? ഇതാണ് അവസ്ഥ. അതേ അവസ്ഥയാണോ റമദാനിൽ? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, മാറ്റം ഉണ്ടായിട്ടില്ല. റമദാന് എന്നുള്ള നിലക്ക് മാറ്റം ഉണ്ടായിട്ടില്ല. പിന്നെ എന്താ നമ്മൾ പറയുന്നത്? വിശുദ്ധ ഖുർആൻ ഒന്ന് എടുത്ത് ധാരാളമായി 1 2 3 ഖത്തം തീർക്കാൻ, വിശുദ്ധ ഖുർആനിൻ്റെ മാസമാണ്, വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ്. വിശുദ്ധ ഖുർആൻ അതിനുള്ള പ്രതിഫലം പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആനുമായി കഴിഞ്ഞുകൂടുന്ന ആളുകളെ സ്വർഗത്തിലേക്ക് എത്തിച്ചേ വിശുദ്ധ ഖുർആൻ തിരിച്ചു പോരൂ എന്ന് പറഞ്ഞു. ഈ ഖുർആൻ അതൊന്ന് കാര്യമായി ഓതാൻ നമുക്ക് സാധിക്കണില്ലെങ്കിൽ റമദാൻ അയാൾക്ക് ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടില്ല, അയാളെ മനസ്സിൽ ഒരു സ്വാധീനം ഉണ്ടാക്കിയിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ നിന്നും, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും, മെസ്സേജുകളിൽ നിന്നും, ഗ്രൂപ്പുകളിൽ നിന്നും ഒന്ന് മാറി നിൽക്കാൻ, തൽക്കാലം അതൊന്ന് മാറ്റിവെക്കാൻ, സ്ക്രീൻ ടൈം ഒന്ന് കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ പറച്ചിലും കേൾവിയും പ്രിയമുള്ളവർ വെറുതെയാണ്. ഈ പറച്ചിലും കേൾവിയും വെറുതെയാണ്. എത്രയാണ് നമ്മുടെ സ്ക്രീൻ ടൈം? നന്മകൾക്ക് സ്ക്രീൻ ടൈം ഉപയോഗിക്കാം, ശരി. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അദ്കാറുകൾക്കും. അതല്ലാത്ത ആവശ്യമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോയി വൃത്തികേടുകൾ കാണാനും, അതേപോലെ തന്നെ മ്യൂസിക് സംഗീതങ്ങൾ ആസ്വദിക്കുവാനും, മറ്റുള്ള പുരുഷന്മാരെയും അന്യ സ്ത്രീകളെയും പാട്ട് കേൾക്കാനും, നർത്തകന്മാരെ കാണാനും ഒരു മാറ്റവും നമുക്ക് നമ്മളെ ഈ പട്ടിണി കടന്നുകൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ, മാറ്റമില്ലെങ്കിൽ റമദാൻ കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. എൻ്റെ മൊബൈൽ ഞാൻ നിയന്ത്രിച്ചിരിക്കും. വിശുദ്ധ ഖുർആൻ്റെ പാരായണം അത് 4 5 10 ഖത്തം തീർക്കാൻ എനിക്ക് സാധിക്കും. വിശുദ്ധ ഖുർആൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ തീരുമാനമെടുക്കും, അല്ലെങ്കിൽ തയ്യാറാണ്. ഒരു പേജെങ്കിലും നമ്മൾ അർത്ഥമറിഞ്ഞു ഓതാൻ, കുറച്ചെങ്കിലും മനഃപ്പാടമാക്കാൻ. ഇതാണ് വിശുദ്ധ ഖുർആൻ്റെ മാസം എന്ന് പറഞ്ഞതാണ്. കേവലം ഓതി തീർക്കൽ മാത്രമല്ല, ഇതിന് നമ്മൾ സമയം കണ്ടെത്തണം. ഒരു നമസ്കാരം പോവും എനിക്ക് ഖളാ ആയി പോവുകയില്ല. നമസ്കാരത്തിന് ശേഷമുള്ള അദ്കാറുകൾ നഷ്ടപ്പെടൂല. ഇപ്പൊ തിരക്കാണ്, നിസ്കാരം കഴിഞ്ഞാൽ അപ്പോൾ അതിന് മൊബൈൽ നോക്കണം. അല്ല, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. റസൂലുള്ളാഹി പറഞ്ഞു സുബ്ഹാനല്ലാഹ് എന്നുള്ളത്, അൽഹംദുലില്ലാഹ് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് എന്താ? അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. മീസാൻ നിറക്കാൻ അൽഹംദുലില്ലാഹ് മതി. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് തംലആനി മാ ബൈന തംലഉ ഔ തംലആനി മാ ബൈന സമാഇ വൽ അർദ്. ആകാശഭൂമികൾക്കിടയിൽ എത്രയാണോ അകലമുള്ളത് അത് മുഴുവൻ നിറക്കാൻ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് മതി. എന്തേ നമുക്ക് മനസ്സറിഞ്ഞ് പറയാൻ നമുക്ക് സമയം കിട്ടാന്നു? ശൈത്താൻ നമ്മളെ, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഇച്ഛ നമ്മളെ തെറ്റിക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നിസ്കാരത്തിന് ശേഷമുള്ള ഒരു ദിക്റും എനിക്ക് നഷ്ടപ്പെടൂല, രാവിലെ വൈകുന്നേരങ്ങളിലെ ദിക്റുകൾ എനിക്ക് നഷ്ടപ്പെടൂല. നമ്മൾ തീരുമാനിക്കണം. ഒരു തറാവീഹും എനിക്ക് നഷ്ടപ്പെടൂല. പ്രിയമുള്ള സഹോദരിമാരെ, നമ്മൾ ആലോചിച്ച് നോക്കുക. വീട്ടിൽ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിൽ, അതേപോലെ തന്നെ ഓരോ പാചകറാണികൾ റെസിപ്പി തരുന്നതിനനുസരിച്ച് എല്ലാം പരീക്ഷിക്കുന്നൊരു മാസമായി നമ്മുടെ റമദാനിലെ പ്രിയമുള്ള സഹോദരിമാരെ നമ്മൾ മാറ്റാൻ പാടില്ല. അതിൻ്റെ അർത്ഥം പലഹാരം വേണ്ട, വിഭവം വേണ്ട എന്നല്ല, എല്ലാം വേണം. പക്ഷെ മുഖ്യം ഇബാദത്താണ്. അസർ നിസ്കരിച്ച് കഴിഞ്ഞ് ദിക്റും ചൊല്ലി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുക്കളയിലേക്ക് ഇറങ്ങണം. അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്തും നമുക്ക് അദ്കാറുകൾ ചെയ്യാം. ഉറക്കത്തിൻ്റെ മാസമാണ് ചില ആളുകൾക്ക് റമദാൻ. ഉറക്കത്തിൻ്റെ മാസമാണ്. 11 മണി 12 മണി വരെ ഉറങ്ങാണ് സുബഹി നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം. അതിനുള്ളതല്ല. ഈ നിലക്ക് നമ്മളൊരു തീരുമാനമെടുത്ത സഹോദരന്മാരെ, നമ്മൾ റമദാനിലേക്ക് ഇറങ്ങണം. ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് നോമ്പ് തന്നെയാണ്. ഒരു പരിക്കുമില്ലാത്ത നോമ്പായിരിക്കും എൻ്റെ നോമ്പ്. നമ്മൾ തീരുമാനിക്കണം. കണ്ണിനെ നിയന്ത്രിച്ച്, കാതിനെ നിയന്ത്രിച്ച്, ഹറാമുകളെ നിയന്ത്രിച്ച്, സോഷ്യൽ മീഡിയകളെ നിയന്ത്രിച്ച് ആ നിലക്കായിരിക്കും എൻ്റെ നോമ്പ് എന്ന് നമ്മൾ തീരുമാനിച്ചിറങ്ങണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഒരു പരിക്കില്ലാത്ത നോമ്പായിരിക്കണം. എന്നാലേ ഈ നോമ്പ് കൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പിന് തുല്യം നോമ്പ് മാത്രം. നോമ്പിന് തുല്യമായ ഒരു ഇബാദത്തുമില്ല, അത് നോമ്പ് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതേ അന്നഹു സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലി അഫ്ളൽ.
റസൂലേ, ഏറ്റവും അഫ്ദലായിട്ടുള്ള അമൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അലൈക ബിസ്സൗം, നീ നോമ്പ് അനുഷ്ഠിച്ചോ, ഏറ്റവും അഫ്ദലായ പ്രവർത്തനം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു ഫഇന്നഹു ലാ ഇദല ലഹു, നോമ്പിന് തുല്യമായ ഒരു പ്രവർത്തനവും ഇല്ല, അതുകൊണ്ട് നോമ്പെടുത്തോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആദമിൻ്റെ മോൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എനിക്കുള്ളതാണ്, എല്ലാം റബ്ബിനുള്ളതാണ്. ആദമിൻ്റെ മോൻ്റെ എല്ലാ പ്രവർത്തനവും റബ്ബിനുള്ളതാണ്, നമുക്കറിയാം. അള്ളാഹിനെ പ്രീതി ആഗ്രഹിച്ചാണ്. പക്ഷെ നോമ്പിനെ കുറിച്ച് പറഞ്ഞു, കുല്ലു അമൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കുല്ലു അമലി ഇബ്നി ആദമ ലഹുൽ ഹസനതു ബിഅശ്രി അംസാലിഹാ ഇലാ 700 ളിഅഫിൻ. ആദമിൻ്റെ മോൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവനുള്ളതാണെന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് പ്രതിഫലം പറഞ്ഞു. എന്നിട്ട് അതിന് എത്രയാണ് പ്രതിഫലം? 700 ളിഅഫി, അതേപോലെ തന്നെ 700 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇല്ല സിയാം, നോമ്പ് ഒഴികെ. നോമ്പ് അങ്ങനെയല്ല, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നത്. ഇന്നഹു തറക ശഹ്വതഹു വ തആമഹു വ ശറാബഹു മിൻ അജ്ലി. കാരണം നോമ്പെടുത്ത് എനിക്ക് വേണ്ടി എൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ ഭക്ഷണത്തെയും പാനീയത്തെയും അവൻ്റെ ഇച്ഛകളെയും അവൻ നിയന്ത്രിച്ചു. അതുകൊണ്ട് നോമ്പ് ഇതുപോലെയല്ല, അതിന് ഞാനാ പ്രതിഫലം കൊടുക്കുന്നത്, ബാക്കിയുള്ളതിനോ അത് തന്നെയാണ്. പക്ഷെ നോമ്പ് പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പം നോമ്പിന് സമാനമായിട്ട് വേറൊരു ഇബാദത്തില്ല. അതുകൊണ്ട് എൻ്റെ നോമ്പ് ക്ലിയറായിരിക്കും, കേവലം പട്ടിണിയാകൂല എന്ന് തീരുമാനിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ 70 വർഷത്തിൻ്റെ വഴിദൂരം അവനും അവൻ്റെ മുഖവും, അഥവാ അവൻ്റെ മുഖവും നരകവും തമ്മിൽ വിദൂരത്തിലാക്കപ്പെടും ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 70 വർഷത്തെ വഴിദൂരം ഒരു ദിവസം നോമ്പ് അനുഷ്ഠിച്ച, കളവ് പറയാത്ത പ്രവാചകനാ പറയുന്നത്. അതിനെന്തായിരിക്കണം? ക്ലിയറായ നോമ്പായിരിക്കണം. നോമ്പ് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നോമ്പിൻ്റെ എല്ലാ നന്മകളും അതിൻ്റെ പോരായ്മകളെല്ലാം മാറ്റിവെച്ച് നോമ്പിലേക്ക് ഇറങ്ങാൻ നമുക്ക് സാധിക്കണം. അങ്ങനത്തെ ഒരു നോമ്പാവും നമ്മൾ തീരുമാനിക്കണം, അല്ല കേവലം പട്ടിണി എടുക്കുന്ന ആവരുത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ നിലയ്ക്ക് പഠിച്ച് റമദാനിലേക്ക് ഇറങ്ങാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ ഈ റമദാനിനെ വരിക്കാനുള്ള, റമദാനിൽ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റമദാനിലേക്ക് തീരുമാനങ്ങൾ എടുത്തിറങ്ങണമെന്നും നിയ്യത്ത് വെക്കണമെന്നും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നുമാണ് നമ്മൾ സൂചിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി കൊടുക്കാൻ പറ്റിയ മാസമാണ്. അതിന് കണക്കില്ലാതെ പ്രതിഫലം തരുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്ത മാസമാണ് പരിശുദ്ധ റമദാൻ. അവിടെയും നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. നമ്മുടെ ഇത്രയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സാമ്പത്തികമായി സുസ്ഥിതി നൽകിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സദഖത്തു ബുർഹാനുൻ, സദഖ എന്ന് പറഞ്ഞാൽ തെളിവാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, എന്തിൻ്റെ തെളിവ്? സദഖ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ തെളിവാണ്? ഒരു മനുഷ്യന് പരലോക വിശ്വാസമുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ്. നല്ല അചഞ്ചലമായ പരലോക വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ ധാരാളമായി സ്വതക്ക കൊടുക്കും. കാരണം എനിക്കവിടെ കിട്ടാനുള്ളതാണ്, എൻ്റെ സ്വന്തം അക്കൗണ്ടിലേക്കുള്ളതാണത്. അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്ന ആൾ നാളെ മഹ്ശറയിൽ അവൻ്റെ സ്വതക്കയുടെ തണലിലായിരിക്കും. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്തിന് നല്ല ഒരു പരിക്ക് പറ്റുന്ന രീതിയിൽ പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹിൻ്റെ മാർഗത്തിൽ ഞാൻ കൊടുക്കും. കൊടുത്താൽ എനിക്കവിടെ കിട്ടും. എത്ര ഉണ്ടായിട്ടും വല്ലാതെ ഇങ്ങനെ പിടിച്ചു വെച്ച് കൊടുക്കുന്ന ആൾക്ക് എത്രയും ഉണ്ട്, എന്നാലും ഓൻ്റെ ഒരു 50 റുപ്യ 100 റുപ്യ 500 റുപ്യൊക്കെ ഉണ്ട് ഇറങ്ങുള്ളൂ. 1000ഉം 10,000ഉം അതിലപ്പുറമൊക്കെ കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ കേവലം 1000 റുപ്യ കൊടുത്ത് രക്ഷപ്പെടുന്നുണ്ടല്ലോ. അതെന്നറിയോ? പരലോകം ബോധ്യപ്പെടായിട്ട. ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, പരലോകം ബോധ്യപ്പെടായിട്ട. വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ കാണും. ഒന്നും നഷ്ടപ്പെടുന്ന പാഴായി പോകുന്ന കാര്യം പ്രശ്നമില്ല. ഈ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല, റബ്ബു സുബ്ഹാനഹു വ തആല അതിന് തിരിച്ചു നൽകുന്ന പ്രതിഫലം അത് ബോധ്യപ്പെട്ടാൽ. കാരണം അവിടേക്ക് പോകാനുള്ളതെന്ന്, അവിടേക്കാണ് ഈ പോകാൻ കിടക്കുന്നത്. എന്നിട്ട് എന്തേ ബോധ്യപ്പെടാത്തു? എന്നിട്ട് കേവലം എന്തേ ഒരു 100ഉം 200ഉം 500ഉം 1000ഒക്കെ കൊടുത്തിട്ട് തൽക്കാലം തടി കഴിച്ചിലാക്കുന്നത് എന്തുകൊണ്ടാണ്? ബോധ്യപ്പെടാത്തതുകൊണ്ട്. അപ്പൊ ഈമാൻ
റസൂലുള്ളാഹി പറഞ്ഞല്ലോ, അസ്സദഖത്തു ബുർഹാനുൻ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വതക്ക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഈമാനിൻ്റെ തെളിവാണിത്. കാരണം എന്തേ? ഈമാൻ എന്ന് പറഞ്ഞാൽ 6 കാര്യങ്ങളാണ്. ഈ 6 കാര്യങ്ങൾ പടച്ചോനാണ് ഒന്നാമത്, പടച്ചോനുള്ള വിശ്വാസം, അള്ളാഹുള്ള വിശ്വാസം. അവസാനം എന്താ? അവസാനം പിന്നെ നന്മ തിരിങ്ങൾ പരലോകത്തുള്ള വിശ്വാസം. ആ പരലോകത്തേക്ക് ചെന്ന് എനിക്ക് തിരിച്ചിട്ടുള്ളതാണ്, അവിടെ എത്തും ഉറപ്പാണ്. അവിടെ ഇതുകൊണ്ടൊക്കെയാണ് സ്വതക്കൻ്റെ ബാബുണ്ട്, അവിടെ വാതിലുണ്ട് സ്വർഗത്തിന്, അതിക്കൂട്ടാണ് കിടക്കണം, എനിക്ക് തിരിച്ചു കിട്ടുന്ന ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് തന്ന സമ്പത്ത് എത്രയെന്ന് എനിക്കറിയാം. പടച്ചോൻ എത്ര എനിക്ക് തന്നത്, എത്ര വരുമാനമുണ്ട്, എത്ര ഞാൻ ചിലവാക്കുന്നുണ്ട്, എങ്ങനെ ഞാൻ സുന്ദരമായി കൊണ്ട് ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. നമ്മളില്ല എന്ന് പറയുന്ന കാര്യമില്ലല്ലോ. തൊലി സംസാരിക്കുന്ന, കൈകാളികൾ സംസാരിക്കുന്ന ഒരു സമയം വരാനുണ്ടല്ലോ പ്രിയമുള്ളവരെ. നാളെ മനുഷ്യൻ നരകത്തിലേക്ക്, ഭാഗ്യം കെട്ട കുതർക്കിയായ മനുഷ്യൻ നരകത്തിൻ്റെ വിറകാകാൻ ഉറപ്പിച്ച സമയത്ത് പടച്ചോനെടുത്ത് തർക്കിക്കും, പടച്ചോനെ ഞാനീ കണ്ട തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും പറയുന്ന, എന്നെ നരകത്ത് കിടാൻ എന്ത് അവകാശം ഞാൻ ചെയ്തിട്ടില്ല. മനുഷ്യൻ അവസാനത്തെ അടവ് പയറ്റി വെക്കുക. അപ്പോൾ പടച്ചോൻ പറയും, നിന്നെ വിചാരണക്കെടുക്കാൻ നീ തന്നെ മതി, നീ തന്നെ മതി, വേറെ ആരും വേണ്ട. ഒരു രേഖ, CCTV രേഖ ഒന്നും കാണിക്കണ്ട, എന്നെ മതി, ഇത് നിഷേധിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വായക്ക് സീല് വെക്കുന്ന, വായക്ക് സീല് വെക്കുന്നതോടുകൂടി കൈ സംസാരിക്കാൻ തുടങ്ങും, കാല് സാക്ഷ്യം പറയും, തൊലി സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കണം, ലിമ ഷഹിദ്തും അലൈന, നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ ഞാൻ ചെയ്തത്, എന്താണ് ഞങ്ങൾക്കെതിരെ, എനിക്കെതിരായിക്കൊണ്ട് നിങ്ങൾ സാക്ഷി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ തൊലികൾ പറയും, അൻതഖനല്ലാഹ് അല്ലദീ അൻതഖ കുല്ല ഷൈ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച റബ്ബ് ഞങ്ങളെയും സംസാരിപ്പിച്ചു. ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റൂല. വായിലിട്ട് നാവ് ചലിപ്പിക്കുമ്പോൾ ഒച്ച വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന ഗ്രാഹ്യമായിട്ടുള്ളൊരു ശബ്ദം എനിക്ക് പുറപ്പെടുവിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, തിരിച്ച് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടെങ്കിൽ